യോഗ ഹിന്ദുക്കളുടെയാണോ? അതെന്തുകൊണ്ടാണ്? യോഗ ഇന്ത്യയിൽ നിന്ന് ആവുമ്പോൾ അത് ഹിന്ദുക്കളുടെ ആണെങ്കിൽ പിന്നെ ഗ്രാവിറ്റി ക്രിസ്ത്യാനികളുടെ ആവണം. യോഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിലാണ്. യോഗ ഹിന്ദുക്കളുടെയാണ്, അല്ലെങ്കിൽ സവർണറുടെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെയാണ്. ഒരു ജീവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കീറി മുറിച്ചിട്ട് പാപമല്ല അതിനോട് ചെയ്തിട്ട് പഠിക്കുന്നതിന് നിങ്ങൾ സുവോളജി എന്ന് പറയും. ഒരു മരം പറിച്ചുകൊണ്ട് വന്നതിനെ കീറി മുറിച്ചിട്ട് നിങ്ങൾ അതിനെ പഠിക്കുന്നതിന് ബോട്ടണി എന്ന് പറയും. അത് രണ്ടും കമ്പൾസറി ആക്കാൻ പറ്റുന്ന കാലത്ത് മനസ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് യോഗ. അത് കമ്പൾസറി ആക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വരുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യൻസും യോഗ തെറാപ്പിയും കൂടെ ചെയ്തു പോകും. യോഗ ഡിപ്പാർട്ട്മെന്റിൽ 40-ൽ കൂടുതൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യും. ഇന്ത്യയിൽ 3 ലക്ഷം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ആന്ധ്രയിലാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ജപ്പാനിൽ പ്രിപ്പറേഷൻ നടക്കുകയാണ്. നമുക്ക് യോഗ ഡേയെ പറ്റി ഒന്ന് സംസാരിക്കാം. നല്ല നാച്ചുറോപ്പതിയുടെ ഭാഗമാണോ യോഗ? ഞങ്ങളുടെ ഭാഗമാണ് യോഗ. BNYS എന്ന കോഴ്സാണല്ലോ ഞാൻ പഠിക്കുന്നത്. ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്നുള്ളതാണ്. അപ്പം യോഗ 4.5 വർഷം പഠിക്കുന്നുണ്ട്. ജൂൺ 21 എന്തുകൊണ്ടായിരിക്കും നമ്മൾ യോഗ ഡേ ആചരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പം നമ്മൾ നോർമലി ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ചോദിക്കുമ്പം നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ബർത്ത്ഡേ ആയിരിക്കും, പതഞ്ജലിയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഈ ജൂൺ 21 യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം സൂര്യഭഗവാൻ അല്ലെങ്കിൽ ഈ ഏറ്റവും നേരത്തെ സൺറൈസ് നടക്കുകയും ഏറ്റവും അവസാനം സൺസെറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഈ 365 ദിവസമാണ് ജൂൺ 21 എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ജൂൺ 21 യോഗ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എഗെയിൻ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേ നമുക്കിപ്പോൾ ഉള്ള നമ്മൾ രസത്തിന് ചോദിക്കും യോഗ ഏത് രാജ്യത്തിൻ്റെയാണ് എന്ന് ചോദിക്കും. കുട്ടികളോടും അധ്യാപകരോടും ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ അവര് ആദ്യം ഇന്ത്യ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഭയങ്കര രസമാണല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളവരോട് ചോദിക്കും, അതെ ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തതും ഒക്കെ ശരിയാണ്, പക്ഷെ ഏത് രാജ്യത്താണ് ഇത് തുടങ്ങിയത് എന്ന് ചോദിക്കും. അപ്പോൾ സംശയിക്കും. അപ്പോൾ ഒന്നുകൂടെ ഇന്ത്യ എന്ന് പറയും. അല്ല അത് ഓക്കെ ഇന്ത്യയാണ്, പക്ഷെ എന്ന് പറയുമ്പം ഭയങ്കര രസകരമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതായത് ഈ ആദ്യം നമ്മളുടെ അയൽവക്ക രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് പാകിസ്ഥാനിലേക്ക് പോകും, ശ്രീലങ്കയിലേക്ക് പോകും, നേപ്പാളിലേക്ക് കുറെ പേര് ആദ്യം പോകും, ചൈനയിലേക്ക്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആഫ്രിക്കയൊക്കെ വരും. ആഫ്രിക്ക, അപ്പം ജപ്പാൻ, അങ്ങനെ പല ഇത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഇന്ത്യയുടെ തന്നെയാണ്. നമുക്കത് ഉറപ്പിക്കാൻ പറ്റാറില്ല പലപ്പോഴും. സംശയം വരും. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ ഇപ്പോൾ ഇതൊക്കെ ചോദിച്ചാലേ അവർക്ക് ഒരു സംശയം വരും. ഇന്ത്യ ആണെന്ന്. യഥാർത്ഥത്തിൽ യോഗ ഡേ എന്നുള്ളത് ജൂൺ 21 2015 ശരിക്കും 2015-2025 വരുമ്പം 10 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും വേഗത്തിൽ ലോകത്തിൽ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഡേ ഉണ്ടായിട്ടില്ല. പല ഡേകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വേഗത്തിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഡേ എന്നുള്ളത് യോഗ ഡേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ ഇത് പറയുമ്പോൾ ഒരു വലിയ തമാശയാണ്. അതായത് യോഗ സ്യൂഡോ സയൻസ് ആണ് എന്ന് ലോകം മുഴുവൻ അലോപ്പതി പ്രചരിപ്പിച്ചിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലമല്ല, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നരേന്ദ്രമോദി യോഗ ആഗോളതലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും അതിൽ അദ്ദേഹം സക്സസ് ആകുകയും ചെയ്തപ്പം ഈ പ്രചരണം ലൗഡായിരുന്നു എന്നുള്ളതൊന്ന് സൈലന്റ് ആയി എന്നുള്ളത്. പ്രചരണം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും എല്ലാത്തിലും ഉള്ളതുപോലെ യോഗയിലും ഫിലോസഫിക്കലി മാത്രം സംസാരിക്കുകയും സയന്റിഫിക്കലി ഒരു ബാക്കുമില്ല സംസാരിക്കുന്ന ആളുകൾ യോഗയിലും ഉണ്ട്. ഞാൻ പല ചാനൽ ചർച്ചയിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര നന്നായിട്ട് സയൻസ് പറയുന്ന മോഡേൺ മെഡിസിൻ ഒരു ഡോക്ടറിനെയും ഒരു തരത്തിലുള്ള സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ ഫിലോസഫി പറയുന്ന ഒരു യോഗയുടെ ആളെ കൊണ്ട് ഇരുത്തിയിട്ട് ഇതിനെ വീണ്ടും അങ്ങ് താറടിക്കും. നേരെ മറിച്ച് സയന്റിഫിക്കലി യോഗ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഡോക്ടർ സിജിത്ത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ അപ്പൊ സയന്റിഫിക്കലി പോയി ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ വിളിക്കത്തില്ല. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ യോഗ, ഞാൻ വളരെ ചെറുപ്പം മുതലേ യോഗ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ വീടും അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ ചെയ്യും, എൻ്റെ ചേട്ടൻ ചെയ്യും. ഒരു ശീർഷാസനമൊക്കെ നിപ്പിൽ നമുക്ക് ശീർഷാസനം വേണേൽ ഒരാളോട് തമാശയ്ക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ യോഗ ചെയ്ത് ഒരാൾക്ക് ഫീല് കിട്ടുകയും മോഡേൺ മെഡിസിൻ മോശമാണെന്നൊന്നും അല്ല നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. മോഡേൺ മെഡിസിൻ കഴിച്ച് അസുഖം മാറാതിരുന്നാലും ശരി തന്നെ ആ ടാബ്ലറ്റ് ശാസ്ത്രീയമാണെന്ന് പറയും.
ഒരു കാര്യം കഴിച്ചെൻ്റെ അസുഖം മാറിയാൽ അതല്ലേ അതിന്റെ ശാസ്ത്രീയത. അതിലൊത്തിരി കോമഡി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ പല മെഡിസിൻസ് 26 വർഷം ഒരു രാജ്യത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് ആ മെഡിസിൻ ശരീരത്തിന് മോശമായതുകൊണ്ട് ആ മെഡിസിൻ അങ്ങ് നിരോധിച്ചു. നിങ്ങൾ ഡോക്ടർമാരെ എല്ലാരെയും കുറ്റം പറയണം. അല്ല അറിയോ, നിങ്ങളെല്ലാം നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ടും അമ്മാവന്മാരെ കൊണ്ടും വല്യച്ഛന്മാരെ കൊണ്ടും എല്ലാം അരി മോശമാണ്, ഗോതമ്പ് തിന്നാൽ ഷുഗർ വരില്ല എന്ന് പറഞ്ഞ് തീറ്റിപ്പിച്ചു. ഇപ്പോഴാണ് നിങ്ങൾ തന്നെ പറയുന്നു അരി ഗോതമ്പും ചേട്ടനും അനിയനുമാണ്. ഞാൻ ചെറുപ്പത്തിൽ കാണുന്നത് നമ്മുടെ അമ്മാവന്മാരും വല്യച്ഛന്മാരും, അച്ഛനെ അങ്ങനെ ഇത് കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല, അമ്മയും കഴിച്ചു. ബാക്കി ഇവരെല്ലാം അരി മാറ്റിയിട്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ ഇതെന്താ ചപ്പാത്തി എന്ന് ചോദിക്കുമ്പോൾ ഷുഗർ ഉണ്ട്. അതെ അല്ല, അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ. പഴങ്ങൾ കഴിച്ചാൽ ഷുഗർ കൂടും. നമ്മൾ ഒത്തിരി തെറ്റിദ്ധാരണകളുടെ ഇടയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ യോഗയുടെ സംഭവം എന്ന് പറയാം. അപ്പൊ ഈ യോഗയ്ക്ക് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഈ ലോകത്ത് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മൾ US പോകുമ്പോൾ ഹ്യൂസ്റ്റണിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ യോഗയ്ക്ക് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാ പേഷ്യൻസും യോഗ തെറാപ്പിയും കൂടെ ചെയ്തു പോകും. യോഗ ഡിപ്പാർട്ട്മെന്റിൽ 40-ൽ കൂടുതൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അമേരിക്കയിലുണ്ട്. ഇവിടുത്തെ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടേഴ്സിനോട് നമ്മളത് പറയുമ്പം ഇപ്പോഴും ഡൈജസ്റ്റിംഗ് അല്ല. നേരെ മറിച്ച് അതേ ഹോസ്പിറ്റലിലെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പറയുന്ന ഇവിടെ ഫോളോ ചെയ്യും. അതേ മെഡിസിൻ അതേ ഹോസ്പിറ്റലിൽ. അപ്പം ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് കസ്തൂരിമാനാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ. കസ്തൂരിമാന്റെ അവസ്ഥ അറിയാമല്ലോ. ഒരിക്കലും ഈ മണം എവിടെ നിന്നാണെന്ന്. അതായത് കസ്തൂരിമാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കസ്തൂരി ഈ പൊക്കിൾക്കൊടിയിൽ വെച്ചിട്ടാണല്ലോ കസ്തൂരിമാൻ തപ്പി നടക്കുന്നത്. ഈ മണം തപ്പിയാണല്ലോ കസ്തൂരിമാന്റെ ജീവിതം. അത് കഴിഞ്ഞ് കസ്തൂരിമാൻ ചത്ത് കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് ഇത് മുറിച്ചോണ്ട് പോകും. ആ മുറിച്ചോണ്ട് പോകുന്ന സാധനത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ്. ഇത് എക്സാക്ട്ലി തന്നെയാണ് ഇന്ത്യക്കാർ. അതായത് ഒരു വെസ്റ്റേൺ ഇന്റലിജൻസും ഈസ്റ്റേൺ വിസ്ഡവും എന്നൊരു പ്രയോഗം. അവർ വളരെ ഇന്റലിജന്റ് ആണ്, പല കാര്യത്തിലും നമ്മളെ ഞെട്ടിച്ച് കളയും, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളുടെ ഒരു വിസ്ഡം ഉണ്ട്, അതിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇത് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ വല്ലാതെ മിസ്ലീഡഡ് ആണ്. അപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇത് മെഡിസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ പിള്ളേരെല്ലാം എത്തിഹാദ് എയർവേസ് എന്ന് പറഞ്ഞ് ബോർഡിട്ട് നടക്കും, എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബോർഡിട്ട് ടീഷർട്ട് ഇട്ട് നടക്കും, ബ്രിട്ടീഷ് എയർവേസ് എന്ന് പറഞ്ഞ് ടീഷർട്ട് നടക്കും. എയർ ഇന്ത്യയുടെ ഒരു ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആരെയൊക്കെ നിങ്ങൾ കണ്ടു? അഥവാ നടന്നാൽ തന്നെ നീ അവിടെ വർക്ക് ചെയ്യുന്നതാണോ ചോദിക്കും. ഇത് മറ്റേത് വലിയ, ഇത് എവിടെയാണ് ഈ ദുരഭിമാനം? ഇനി വേറെ കാര്യമുണ്ട്. എമിറേറ്റ്സിൻ്റെ ഒരു വിമാനം ഇടിച്ചിറക്കേണ്ടി വന്നു. വിമാനത്തിൻ്റെ പേരില്ലാതെ വാർത്ത വരത്തുള്ളൂ. അതുകൊണ്ട് എയർ ഇന്ത്യയുടെ ആണെങ്കിൽ എയർ ഇന്ത്യൻ വിമാനം, മനസ്സിലായില്ലേ? ഈ എത്തിഹാദിനേക്കാളും എമിറേറ്റ്സിനേക്കാളും അല്ലെങ്കിൽ ബ്രിട്ടീഷ് എയർവേസിനേക്കാളും കൂടുതൽ സർവീസുകളും കൂടുതൽ ഫ്ലൈറ്റുകളും കൂടുതൽ സൗകര്യവും ഏറ്റവും ചീപ്പായിട്ടുള്ളത് നമ്മുടെ എയർവേസാണ്. നമുക്കിതിനോട് വിലയില്ല. നമ്മുടെ അടുത്തൊരു തമാശയുണ്ട്, ഒരു ഉദാഹരണം, എയർവേസിൻ്റെ ഒരു ഉദാഹരണം. അതിലെല്ലാം പ്രായമായ എയർ ഹോസ്റ്റസുകളാണ്. എടാ നീ പ്രായമാവത്തില്ലേ? നിന്റെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആള് അവര് ചെറുപ്പത്തിൽ പണി തുടങ്ങിയതാ. അല്ല, ഇതിന് ഞാൻ പറഞ്ഞ ഇങ്ങനൊക്കെ അവിടെ നമ്മൾ ഇന്ത്യൻ എയർവേസിന്റെയോ നമ്മുടെയോ ഒരു മനുഷ്യത്വത്തിന്റെ തലമുള്ള ഒരാൾ ജോലി ചെയ്ത് പ്രായമായി, അല്ലെ 10-15 വയസ്സാകുമ്പോൾ ഒരു സ്ത്രീയെ ആ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ വീണ്ടും ചെറുപ്പക്കാരിയെ വെച്ച് അവർ മാർക്കറ്റിംഗ് ആണ്, അവർക്കെല്ലാം കച്ചവടമാണ്, അവർക്കെല്ലാം വിറ്റുവരവ് മാത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനല്ല. നമ്മൾ അതിനപ്പുറത്തേക്ക് ജീവിതവും ജീവനും മനുഷ്യനും ഹൃദയവും ബന്ധങ്ങളും ഒക്കെ കാണുന്നതാണെന്ന് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. ഇതേ കേസാണ് നമ്മൾ യോഗയുടെ കേസിലും പറയേണ്ടത്. എന്ത് സായിപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലയോ, ഒന്നുകിൽ അതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കും. അത് ഏറ്റു പറയാൻ ഏറ്റവും താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്തിരി വിദ്യാസമ്പന്നരായ ആൾക്കാരാണ്. സങ്കടമാണത്. എവിടെയെങ്കിലും പോയി ഇച്ചിരി പഠിച്ച് ഇത്തിരി പണം ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തോട്ട് യാത്ര ചെയ്ത ആൾ ഇതിനെ ഭയങ്കരമായി ഗൗരവത്തോടുകൂടി സപ്പോർട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഇത് സാധാരണക്കാരന് തുറന്ന് പറയാൻ മണ്ടത്തരാകുമെന്നുള്ള പേടിയുണ്ട്. അതിനെ ഓവർകം ചെയ്ത, അതിനെ എതിരെ ഫൈറ്റ് ചെയ്ത് ഗ്ലോബലി ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയ ഒരു വലിയ നേട്ടമാണ് യോഗയ്ക്കുള്ളത്. ഞാൻ ഏകദേശം ഒരു 7 വർഷം മുമ്പ്, കേട്ടോ വീണ, ഞാനിങ്ങനെ ആലോചിച്ചു, വളരെ ഫേമസ് ആയ ഒരു ഡോക്ടർ ഇന്ന് യോഗയെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ ശീർഷാസനം ചെയ്താൽ ചത്തു, മറ്റേത് ചെയ്താൽ എന്താവും, ഇത് കയറിയാൽ ഉളുക്കും, മറ്റേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, കുടൽ തിരിഞ്ഞു പറഞ്ഞ അയാൾ വളരെ ഫേമസ് ഡോക്ടറാണ്.
പേര് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ അയാളുടെ സെഗ്മെന്റിൽ, അയാളുടെ ഹാഷ്ടാഗിൽ അയാൾ എക്സ്പേർട്ട് ആയിരിക്കും. അതിൽ എക്സ്പേർട്ട് ആയിക്കോട്ടെ, ബാക്കിയുള്ളതിനെ പുച്ഛിക്കാതിരുന്നൂടെ? ഇത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് യോഗ ഡേ കാണണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം. കറക്റ്റ്. അല്ല, ഞാനല്ലേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം യോഗ ഡേക്ക് ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബിയിലെ ഒഫീഷ്യൽ ഈ എംബസി നടത്തിയ പ്രോഗ്രാം ഇന്ത്യനെ പ്രതിനിധീകരിച്ച് ഗസ്റ്റായിട്ട് പോയത് ഞാനാണ്. അബുദാബിയിൽ അവിടെ ഏതാണ്ട് 5000 പേര് ഒരുമിച്ച് യോഗ ചെയ്യണം. ആ സമയത്ത് ഈ സമയത്ത് അവിടുത്തെ ചൂട് അസഹനീയമായ ചൂടാണ്, ജൂണിൽ. അപ്പോൾ ആ ചൂടത്ത് ആൾക്കാർ ഒന്നിനും എവിടെയും ഒരുമിച്ച് പോകാത്തടത്ത്, ഞാൻ പറഞ്ഞ ഇന്ത്യക്കാർ മാത്രമല്ല, നമ്മുടെ ആ നാട്ടിലുള്ളവരും അവിടുത്തെ രാജകുടുംബവും എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ഇതിൻ്റെ ഭാഗമാവുന്നത്. ഞാനിത് നേരത്തെ പറഞ്ഞില്ലേ, നമുക്കങ്ങനെ പലതുണ്ട്. ന്യൂയോർക്ക് എന്ന് എഴുതിയ ടീഷർട്ട് ഉണ്ട്. ന്യൂയോർക്കിൻ്റെ 1000 ഇരട്ടി ഭംഗിയുണ്ട് മൂന്നാറിന്. മൂന്നാറൊന്നും പോകണ്ട, ഞാനിത് ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ യു എസ് പോയപ്പോൾ അവിടുത്തെ വളരെ രസകരമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയ ഒരു സ്ഥലമാണ് ഹവായ് ബീച്ച്. അപ്പം വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെൻസ് ഒന്നുമല്ല. അവിടെ പോയി ഒരു 3 ദിവസം നിന്നിട്ട് പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 10 കൊല്ലം ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിക്കാം. ഞാൻ പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആണ്. അവിടെ പോയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, വർക്കല ബീച്ച് അതിന്റെ വർക്കല ബീച്ച് എന്ത് ഭംഗിയാണ്. ലോകത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ് വർക്കല. ഓരോന്നും ഇതിന്റെ മഹത്വം, യോഗയുടെ മഹത്വം തിരിച്ചറിയുന്നതോട് ഇതൊക്കെ. അതെ, യെസ്. അപ്പോ അതുകൊണ്ട് യോഗ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയുഷിന്റെ ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഞാൻ യോഗയെ കാണുന്നത്. നാളെ ആയുർവേദത്തിനെയും നാച്ചുറോപ്പതിയും ഒക്കെ ലോകം അംഗീകരിക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് 2015 യോഗയിലൂടെ തുടങ്ങി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വലിയ അക്സെപ്റ്റൻസ് വരുന്നത്. നിങ്ങൾ വീണ ഹോമിയോ ഡോക്ടറാണ്, നിങ്ങൾ നാച്ചുറോപ്പതി ഡോക്ടറാണ്. പക്ഷേ അലോപ്പതി ഡോക്ടേഴ്സ് ഒന്നും നിങ്ങളെ അംഗീകരിക്കുന്നില്ല. എല്ലാത്തിനും നമുക്ക് എല്ലാവരുടെയും അംഗീകാരം ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ല, ബുദ്ധിയും വിവരമുള്ള. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ഞാൻ ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യമായിട്ട് ചെന്നാൽ, അല്ല ഞാൻ ഈ മെഡിസിൻ സെയിം ഇതിന് ആ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർ നമ്മളെ നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂ, ഇതാണ് നമ്മുടെ വഴി എന്ന് പറയും. പക്ഷെ മറ്റൊരു സ്ട്രിക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറയും. ഇന്നിപ്പം രാവിലെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഇങ്ങനെ ഒരു സത്യം, ഇന്ന് രാവിലെ ഫേമസ് ഒരു ആക്ട്രസ്, പുള്ളിക്കാരി ചെന്നൈയിലെ ഷൂട്ടിലാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഇഷ്യൂ വന്നിട്ട് പുള്ളിക്കാരി അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പം മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് ഇന്ന സംഭവത്തിനുള്ള മെഡിസിൻസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് പാരലായിട്ട് ഇതും ചെയ്യാം, ഏതാണെന്നുള്ളത് യുവർ ചോയ്സ്. നമുക്ക് അങ്ങനെ പറയാനാ ഇഷ്ടം. നമ്മളൊന്നും തെറ്റാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത് ഓരോരുത്തരും ശരികളാണ്. അതെ, എല്ലാം ശരിയാണ്. ഇല്ല, അത് അവരവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം മോഡേൺ മെഡിസിൻ അത്യാവശ്യമുള്ള സമയങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. ആ സമയത്ത് വി ഹാവ് ടു ഗോ വിത്ത് ദിസ്. പക്ഷെ എല്ലാ സമയത്തും അതല്ല വേണ്ടത്, അല്ലെങ്കിൽ മിക്ക സമയത്തും അതല്ല വേണ്ടത് എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മോഡേൺ മെഡിസിൻ്റെ കുറേ ഡോക്ടേഴ്സിനെ വെൽക്കമിങ് ആയിട്ടുള്ള വലിയൊരു സമൂഹം അതിനിടയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അത് സോഷ്യൽ മീഡിയ ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ എന്റെ ഇത് ബ്ലെൻഡ് ചെയ്യണം, ഹോമിയോ ബ്ലെൻഡ് ചെയ്യണം, യുനാനി ബ്ലെൻഡ് ചെയ്യണം, നാച്ചുറോപ്പതി ബ്ലെൻഡ് ചെയ്യണം. ഇതിനകത്ത് ഓരോന്നിനും ഇതെല്ലാം സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് there are opportunities in alternate medicine. ഇപ്പൊ ഓവർ വെയിറ്റ് ഉള്ള ഒരാള് പോയി ഒസംബിയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും ബെറ്റർ അവർക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറയും, അല്ലേ? അവർക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന 7, 8, 9, 10 വയസ്സുള്ള ഒരു പയ്യനെ നേരെ കൊണ്ടുപോയി വേണ്ടാത്ത മെഡിസിൻ കുത്തിക്കയറ്റുന്നതിനാണ് നമുക്ക് എതിർപ്പ്. നേരെ മറിച്ച് ഒരു ആക്സിഡന്റ് കേസായി അല്ലെങ്കിൽ ഒരു എമർജൻസി കാർഡിയാക് അറസ്റ്റ് വന്നു, നമുക്കൊന്ന് ഡയറ്റ് ചെയ്ത് നോക്കാം നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി നിൽക്കും, ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്നു, ഡയറ്റിൽ കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ഓവർ വെയിറ്റ് വരുന്നു, ഡയബറ്റിക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ ഒരു സ്റ്റേജ് തുടങ്ങിയതേ ഉള്ളൂ, നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ അതിന് പരിഹാരമുണ്ട്. ഈവൻ ഡയബറ്റിക് റിവേഴ്സൽ പോലും ഇപ്പോഴാണ് മോഡേൺ മെഡിസിൻ അംഗീകരിക്കുന്നത്. അതെ, അതിന് മുമ്പ് ഡയബറ്റിക്സ് വന്ന ആദ്യത്തെ ഡോക്ടറുടെ കമന്റ് എന്താണെന്നറിയാം, ജീവിതകാലം ലൈഫ് ലോങ് മെഡിസിൻ. ഇപ്പോഴാണ് ഡയബറ്റിക് റിവേഴ്സലിനെ ഡയബറ്റിക്കിന്റെ മെഡിസിൻ നിർത്തിയ ഒരു 100 പേരുടെ പേരെഴുതി എനിക്ക് കൊടുക്കാം. കാരണം നമ്മുടെ അനുഭവം അതാണ്, നമ്മളത് ചെയ്തത് കൊണ്ടാണ്. അപ്പം അത് ഈ കാലാന്തരത്തിൽ മാറിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നത് യോഗ എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക്
നമ്മളുടെ ഈ ഒരു ഹോട്ടലിൽ കയറി നല്ലൊരു മസാല ദോശയാണ് കഴിച്ചത്. ഗംഭീര മസാല ദോശ. ആ മസാല ദോശ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഡോക്ടറോട് ചോദിക്കുമ്പം ഡോക്ടർ പറയേണ്ടത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇതുപോലെ ഞാൻ മസാല ദോശ പോലെ തന്നെയാണ് യോഗ. യോഗയെ ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് എടുത്തത്, അവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഓരോ രീതിയിലാണ്. ഇപ്പം മെത്തഡോളജിക്കൽ എഫേർട്സ് ടുവേഴ്സ് ദ സെൽഫ് പെർഫെക്ഷൻ ബൈ ഡെവലപ്പിംഗ് ദ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ലാറ്റന്റ് ഇൻ ദി ഇൻഡിവിജ്വൽസ്. അതായത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ എടുത്ത് പുറത്തു കൊണ്ടുവരുന്ന എന്താണോ അതാണ് യോഗ എന്നാണ് അരബിന്ദോ പറഞ്ഞത്. ശ്രീ അരബിന്ദോ പറഞ്ഞ ഇതാണ്. അപ്പൊ അരബിന്ദോ ആരാണ്? അരബിന്ദോ സമാധാനത്തിനും ലിറ്ററേച്ചറിനും സാഹിത്യത്തിനും നോബൽ പ്രൈസ് മേടിച്ച ആളാണ്. അരബിന്ദോ യോഗയെ കണ്ടത് അങ്ങനെയാണ്. യോഗ വശിഷ്ഠം പറഞ്ഞു യോഗ ഇസ് ദ ടൂൾ ടു കാം ഡൗൺ ദ മൈൻഡ് എന്നാണ്. അത്രമാത്രമേ അയാൾ യോഗയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഇപ്പം എവരി സ്കിൽഫുൾ ആക്ഷൻ ഈസ് യോഗ, ഭഗവത്ഗീതയിൽ യോഗയെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ആളുകളും ഓരോ മഹാരഥന്മാരും യോഗയെ പറ്റി പറഞ്ഞ ഓരോ രീതിയിലാണ്. ഇതെല്ലാമാണ് യോഗ. അപ്പോൾ യോഗയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തലകുത്തി നിൽക്കുന്നതോ, ഞാനതല്ലേ പറഞ്ഞു പല ഡിബേറ്റുകളിലും നിങ്ങൾ ഇങ്ങനെ നിന്നാൽ എന്താ കിട്ടുന്നത്, ഇങ്ങനെ നിന്നാൽ എന്താ കിട്ടുന്നത് എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചിട്ട് യോഗ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ന് പറയുക. യോഗ ഒരു ജിംനാസ്റ്റിക് സംഭവമേ അല്ലല്ലോ. ലൈഫ് സ്റ്റൈൽ അല്ലേ? സി യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതാണ് അഷ്ടാംഗ യോഗ. യമയും നിയമയും കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ആസന പോലും വരുന്നത്. യമയിലാണ് സത്യം അഹിംസ അങ്ങനെയുള്ള ശീലങ്ങളിലൂടെയാണ് യോഗ തുടങ്ങുന്നത്. യോഗ ആസനയിൽ തുടങ്ങുന്ന ഒന്നല്ല. നിങ്ങളുടെ ജീവിതത്തെ മാന്യമായിട്ടും കൃത്യമായിട്ടും നടപ്പിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ആസനകളിലേക്ക് പോലും യോഗ പോകുന്നത്. പക്ഷെ യോഗയെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞോളാം, നിനക്ക് ശീർഷാസനം നിൽക്കാൻ പറ്റുമോ? നിനക്ക് ത്രികോണാസനം നിൽക്കാൻ പറ്റുമോ? ഇനി ത്രികോണാസനം എന്താണ് നിന്റെ? ഇപ്പോ നമ്മളുടെ ഈ സദ്ഗുരു ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈ സദ്ഗുരുവിന്റെ അടുത്തൊരു മലയാളത്തിലൊരു മീഡിയ പേഴ്സൺ പോയി. അപ്പം സദ്ഗുരുവിനെ പോലൊരു മനുഷ്യനെ 25 മിനിറ്റ് കിട്ടിയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ആ വീഡിയോ കാണണം. കാരണം നമുക്ക് എങ്ങനെ ഒരു സമയം കളയാൻ പറ്റും എന്നുള്ള കോൺട്രവേഴ്സി അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ യോഗ ഹിന്ദുക്കളുടെ ആണോ? അതെന്തുകൊണ്ടാണ്? അല്ല, യോഗ ഇന്ത്യയിൽ നിന്നാണല്ലോ. അപ്പം ഉടനെ സദ്ഗുരു യോഗ ഇന്ത്യയിൽ നിന്ന് ആവുമ്പോൾ അത് ഹിന്ദുക്കളുടെ ആണെങ്കിൽ പിന്നെ ഗ്രാവിറ്റി ക്രിസ്ത്യാനികളുടെ ആവണം. സദ്ഗുരു അങ്ങനെ പറഞ്ഞു. അപ്പൊ ഗ്രാവിറ്റി ക്രിസ്ത്യാനികളുടെ ആണോ? അല്ല, അവിടെയാണല്ലോ ഇത് ആദ്യം നമ്മൾ അല്ല അങ്ങനെയല്ല, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. സദ്ഗുരു അതിനകത്ത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. സദ്ഗുരുവിന്റെ സ്കൂളുകളിൽ യോഗ കമ്പൽസറിയാണ്. ഇഷ സ്കൂൾസിൽ യോഗ കമ്പൽസറിയാണ്. അപ്പോൾ സദ്ഗുരു മനസ്സിനെ കൺട്രോൾ ചെയ്യാനും മനസ്സിനെ പാകപ്പെടുത്താനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് യോഗയെ കാണുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഈ സ്കൂളുകളിൽ കമ്പൽസറി ആയിട്ട് യോഗ പഠിപ്പിക്കാൻ പറ്റും? തിരിച്ചൊരു ഉത്തരവുണ്ട്. അതായത് ഒരു ജീവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കീറി മുറിച്ചിട്ട് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പാപമല്ല അതിനോട് ചെയ്തിട്ട് പഠിക്കുന്നതിന് നിങ്ങൾ സുവോളജി എന്ന് പറയും. അതിവിടെ കമ്പൽസറിയാണ്. ഒരു മരം പറിച്ചുകൊണ്ട് പോകുന്നതിനെ കീറി മുറിച്ചിട്ട് നിങ്ങൾ അതിനെ പഠിക്കുന്നതിന് ബോട്ടണി എന്ന് പറയും. അത് രണ്ടും കമ്പൽസറി ആക്കാൻ പറ്റുന്ന കാലത്ത് ഒരാളുടെ മനസ്സിനെ പഠിക്കാനും മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മനസ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് യോഗ. അത് കമ്പൽസറി ആക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വരുന്നത് എന്നൊരു ഉത്തരവുണ്ട്. ഗംഭീര ഉത്തരല്ലേ? അത് മഹാനായ മലയാളി ജേർണലിസ്റ്റ് ആണ് ചോദിച്ചത്. മഹാനായ മലയാളി അതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അതായത് അത് പക്ഷെ ഒരിടയ്ക്ക് നന്നായല്ലേ, നമുക്ക് ഇത്രയും നല്ല എക്സലന്റ് ഉത്തരങ്ങൾ കിട്ടാൻ അതിനകത്ത് കുറേയാണ്. അതായത് ഇത് വേറെ രീതി ചിന്തിക്കാൻ പറ്റി. ഈ സദ്ഗുരു അപ്പൊ ഇയാളൊരു ബുൾഗാനൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇയാൾ ചോദിക്കാൻ, സദ്ഗുരു നിങ്ങള് സന്യാസിയായിട്ടും ഭാര്യയും ഫാമിലിയൊക്കെ നടക്കുന്നു, നിങ്ങൾ ഫെറാറി ഓടിച്ചു നടക്കുന്നു, ഹെലികോപ്റ്റർ റൈഡ് ചെയ്യുന്നു. അപ്പോ അത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാണിത്? അപ്പൊ ഞാൻ സന്യാസി എന്ന് ആര് പറഞ്ഞു? സന്യാസിയായിട്ടുള്ള സ്റ്റൈല് നിങ്ങളുടെ ബിയേഡിലും ഇതിലൊക്കെ ഉണ്ടല്ലോ. തിരിച്ചു പറയാനേ, എന്റെ അറിവിൽ ആണുങ്ങൾക്കാണ് താടി വളരുന്നത്. എന്റെ അറിവിൽ ആണുങ്ങൾക്കാണ് താടി വളരുന്നത്. ആ താടിയെ മുടി ഒന്നും ചെയ്യാതെയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ എന്നെ നിങ്ങൾ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു, അതിനകത്ത് സ്റ്റൈല് കാണിച്ച് ബുൾഗാൻ പോലെ ആക്കി നിങ്ങളാണ്. എന്നിട്ട് നിങ്ങളാണ് എന്നോട് ചോദിക്കുന്നത് ഇതെന്ത് സ്റ്റൈലാണ് എന്നുള്ളത്. അതുപോലെ കുറേ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ യോഗയ്ക്ക്
യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസിനെയും അപ്പുറം, അതായത് യോഗയ്ക്ക് അങ്ങനെയുണ്ട്. യോഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിലാണ്. യോഗ ഹിന്ദുക്കളുടെയാണ്, അല്ലെങ്കിൽ സവർണറുടെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെയാണ്. ഇതിനൊക്കെ അതിജീവിച്ചത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ എടുത്തു മറിച്ചത് ഈ പറയുന്ന ഇന്റർനാഷണൽ യോഗയുടെ ജൂൺ 21. കാരണം ഞാൻ അബുദാബി പോകുമ്പോൾ, അതിനുശേഷം ദുബായിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ, അവിടുത്തെ യോഗയുടെ, അതായത് ഏഷ്യൻ യോഗ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഒരു അറബിയാണ്. മനസ്സിലായി, ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലുണ്ട്. അപ്പോൾ പറയാം, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ പുള്ളിയെ ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ ജൂൺ 21 പ്രിപ്പറേഷൻ്റെ പകുതിയായി. ദുബായിൽ ജൂൺ 20. അപ്പോൾ ലോകം മുഴുവൻ അത്രയും അക്സെപ്റ്റൻസോടുകൂടിയാണ് യോഗയെ കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇപ്പോഴും യോഗ ശാസ്ത്രീയമായി മോഡേൺ മെഡിസിൻ കാണുന്നില്ല, തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതില്ല. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, 5.5 വർഷം ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന കോഴ്സ്. ഫസ്റ്റ് ഇയർ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും കഴിഞ്ഞ്, സെക്കൻഡ് ഇയറിൽ മൈക്രോബയോളജിയും പാത്തോളജിയും കഴിഞ്ഞ്, ഫൈനൽ ഇയറിൽ ഈ പറയുന്ന എക്സാം എഴുതി 1 വർഷത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞ് കേരള മെഡിക്കൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ താഴെ വന്ന് ഇത്രയും പഠിച്ച് ഇത്ര രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ താഴെ വന്ന് വ്യാജ ഡോക്ടർ എന്ന് പറയും ആൾക്കാർ. അല്ല, നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഒരു കോളനൈസേഷന്റെയും അടിമത്തത്തിന്റെയും ഒക്കെ എത്ര ശക്തമായിട്ടാണ് ഇത് നമ്മളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഞാൻ കഴിഞ്ഞ ആഫ്രിക്കൻ ലിബറേഷൻ സംബന്ധമായിട്ട് ഇപ്പം അവിടെ നടക്കുന്ന കുറേ ടോക്കുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് മനസ്സിലാക്കണേൽ നമ്മളെക്കാൾ ഇത് കുറച്ചുകൂടെ വേഴ്സ്റ്റായി എക്സിക്യൂട്ടഡ് ആയ സ്ഥലമാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. കറക്റ്റ്. അവിടെ നിന്ന് അവിടേക്ക് നോക്കുമ്പോഴാണ് നമ്മളിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പം നമുക്കിതെല്ലാം നമ്മുടെ ഒരു നേരെ മറിച്ച് ഇപ്പം ഞാൻ US പഠിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ക്ലാസ്സിൽ സ്ലോവക്യ എന്നൊരാളുണ്ട്, ചേക്ക് സ്ലോവക്യ, തോമസ് എന്നാണ് പേര്. അപ്പോൾ തോമസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, തോമസ് വാണ്ട് ടു ബി ദ സെക്കൻഡ് ഫിലിം ഡയറക്ടർ ഇൻ ഹിസ് കൺട്രി. അയാളുടെ രാജ്യത്തെ 2ാമത്തെ സിനിമ ഡയറക്ടറാണ് അയാൾക്ക്. അപ്പം ഞാനിങ്ങനെ അവനോട് ചോദിച്ചു, തോമസ് വൈ ദി സെക്കൻഡ്? അവൻ്റെ രാജ്യത്ത് ആകെ ഒരു ഫിലിം മേക്കറേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്, വോട്ട് യു ടോക്കിങ്? അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ വരുന്നത് ഇന്ത്യയിലെ ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ്, കേരളം. ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് ആ വർഷം 132 സിനിമ ഫീച്ചർ ഫിലിം സെൻസർ ചെയ്തു. ഫീച്ചർ ഫിലിമാണ്, ബാക്കി പ്രൊഡക്ഷൻ്റെയൊക്കെ കണക്കെടുത്താൽ നമുക്ക് തന്നെ കിളി പോകും. അപ്പോൾ അയാൾ ചോദിച്ചു, വോട്ട് യു ടോക്കിങ്? വി നോ അബൌട്ട് ഓൺലി ഹോളിവുഡ്, വി നോ ഓൺലി ഇൻ ഇന്ത്യ ബോളിവുഡ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ മേജർ 10 ഇൻഡസ്ട്രി ഉണ്ട്, ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചർ ഫിലിം, ഏറ്റവും കൂടുതൽ സിനിമ ഇൻഡസ്ട്രി സ്പെൻഡ് ചെയ്യുന്ന, ചിലവാക്കുന്ന, ഏറ്റവും കൂടുതൽ തിയേറ്റേഴ്സ് ഉള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ സിനിമ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ. ഇത് ഇന്ത്യക്കാരനും അറിയത്തില്ല, ഇന്ത്യക്കാരനെ പറ്റി മറ്റുള്ളവർക്കും അറിയത്തില്ല. മറ്റുള്ളവൻ അറിയാത്തത് പോട്ടെ, നമുക്കറിയില്ല. നേരെ മറിച്ച് അവൻ്റെ മഹത്വം നമ്മളെ പഠിപ്പിക്കുക നമ്മുടെ എഡ്യൂക്കേഷൻ. കറക്റ്റ്. ഇതൊക്കെ നമ്മൾ യോഗാ ദിനത്തിൽ സ്മരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, നമുക്ക് നമ്മളെ പറ്റിയുള്ള തിരിച്ചറിവിൻ്റെ ദിവസമാണ്. അതായത് അത് വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ ശാസ്ത്രത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളും പരസ്പര ബഹുമാനത്തിൻ്റെ ശാസ്ത്രങ്ങളാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്യേണ്ട ശാസ്ത്രം. അതിപ്പോൾ യോഗ എടുത്താലും ആയുർവേദം എടുത്താലും ഏതെടുത്താലും നമുക്ക് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ശാസ്ത്രങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഒരു അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ഒരു ശാസ്ത്രത്തിന് കിട്ടിയ അംഗീകാരം എന്നുള്ളത് നമുക്ക് വലിയ ആത്മവിശ്വാസം തരേണ്ടതാണ്. നമ്മളുടെ ബാക്കിയുള്ള ശാസ്ത്രങ്ങൾ ലോകത്തോട് പറയേണ്ട സമയമാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ ഇതിലും ഭംഗിയെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള തിരിച്ചറി. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളുടെ അടുത്തുണ്ട് ശ്രീധരിയുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ണ് ചികിത്സിക്കാൻ ആയുർവേദത്തിലെ നേത്ര ചികിത്സയ്ക്ക് വേണ്ടി അങ്ങോട്ട് വരുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്. അവിടെ ആഫ്രിക്കയിലെ ഒരു വലിയ ഫേമസ് പ്രതിപക്ഷ നേതാവ് അവിടെ വെച്ച് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ സ്ഥലമാണല്ലോ ഇത്. അല്ല, ഞാൻ ഒരു പ്രാവശ്യം ദുബായി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺഫറൻസിൽ ഇവരുടെ ഒരു സ്റ്റോള് കാണുമ്പം മിക്ക രാജ്യങ്ങളിലെയും പ്രസിഡന്റും, അതായത് മെയിൻലി ആഫ്രിക്കയൊന്നും എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാജാവാണ്, രാജാവ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. ദാറ്റ് ഈസ് ബിക്കോസ് അവർ കുറെ കാര്യങ്ങളിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും നമുക്കാണ് എന്നുള്ളത് കൊണ്ടല്ലേ. നമുക്ക് ഈ US വെയിറ്റ് കൂടുന്നവനെല്ലാം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയകളും പ്രൊസീജിയേഴ്സും നമ്മുടെ ഇവിടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. യോഗ, പ്രാണായാമം, ധ്യാനം,
ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കാണേണ്ടതുണ്ടോ അതോ ഇതിനെ വേറിട്ട് കാണേണ്ടതുണ്ടോ? യോഗ എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ എപ്പോഴും പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. നിങ്ങളുടെ ജീവിതത്തെ ചിട്ടയാക്കുക എന്നുള്ളതാണ്. ഞാൻ ചില മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിനോട് പറയാറുണ്ട്, ഈ 1 മണിക്കൂർ യോഗ ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുന്നു എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ യോഗ ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോൾ എണീക്കണം. ആ എണീറ്റിട്ട് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് ഓഫീസിൽ പോകണമെങ്കിൽ അവൻ ഏറ്റവും മിനിമം ഒരു 6 മണിക്ക് എണീക്കേണ്ടി വരുമോ? യോഗ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസിപ്ലിനാണ്. നമ്മളുടെ ജീവിതത്തെ ചിട്ടയാക്കാനുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് യോഗയെ കാണേണ്ടത്. യോഗയിൽ ഓരോ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഈ പറഞ്ഞല്ല. ആസനം വേറെയാണ്, ധ്യാനം വേറെയാണ്, പ്രാണായാമം വേറെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ തലങ്ങളിൽ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും രണ്ടായിട്ട് എടുത്താൽ മെൻ്റൽ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 കാര്യങ്ങളാണ് പ്രാണായാമയും മെഡിറ്റേഷൻ. ഫിസിക്കൽ ഹെൽത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ആസനം എന്നുള്ളത്. ആസനം ബേസിക്കലി സ്ട്രെച്ചിങ് എന്ന് പറയാം അല്ലേ നമുക്ക്? സ്ഥിരം സുഖം ആസനം. സ്ഥിരം സുഖം ആസനം, അതാണ് ആസനത്തിന്റെ ഡെഫിനിഷൻ. സ്ഥിരം സുഖം ആസനം. നമ്മളുടെ ബോഡിയെ ടോർച്ചർ ചെയ്യുന്നതല്ല ആസനം. നമ്മളുടെ ബോഡിയെ ഏറ്റവും ബോഡി പോസ്ചേഴ്സ് എന്നാണ് ഇംഗ്ലീഷിലെ ഈ ആസനത്തിന്റെ ഒരു. നമ്മളുടെ ബോഡിക്ക് വേണ്ട രീതിയിൽ നമ്മളുടെ ബോഡിയിലെ എല്ലാ അവയവങ്ങളെയും എല്ലാ രീതിയിലുള്ള എല്ലാ ഏരിയയും സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയും കൃത്യമായി ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഒരു ചെറിയൊരു നടുവേദനയോടെ നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചോളൂ ലോവർ ബാക്കിൽ. അപ്പോൾ നമ്മളിവിടെ കിടന്നിട്ട് അവിടെ ഒരു കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു ആസനം ഉണ്ടല്ലോ, പേര് ഞാൻ ഓർക്കുന്നില്ല, അത് വെറുതെ നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് കഴിഞ്ഞൊരു വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ നോർമൽ ഇതിലോട്ടാവും. അങ്ങനെ പല ആസനത്തിനും അങ്ങനത്തെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി അല്ല. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം നിങ്ങൾ ഫേമസ് ഏത് അലോപ്പതി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏത് സർജറി കഴിഞ്ഞാലും പിന്നെ അവർ പറയുന്നത് കുറച്ച് നാളെ എക്സസൈസ് ചെയ്യണം കേട്ടോ. പക്ഷെ അവർ യോഗ എന്ന് പറയത്തില്ല. ഇല്ല, അവരെന്തായാലും പറയുന്നത് എക്സസൈസ് ചെയ്യണം. വേറൊരു പേരുണ്ടല്ലോ, എക്സസൈസ് തെറാപ്പി. അതെ, എക്സസൈസ് തെറാപ്പി ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറയും. ഇപ്പൊ ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇത് തന്നെയാ പറയുന്നത്. അപ്പോ ഞാൻ ഐ വിൽ ടെൽ യു, എനിക്ക് അതായത് മോഡേൺ മെഡിസിന്റെ ഡോക്ടേഴ്സിന്റെ അച്ഛനമ്മമാരെ ഞാനൊരു 150 അച്ഛനമ്മമാരെങ്കിലും ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അച്ഛനമ്മമാരെയൊക്കെ സേഫ് ആക്കി എന്റെ അടുത്തോട്ട് വിടാറുണ്ട്. വലിയവരുടെ അച്ഛനും അമ്മയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് മിക്കതും. സ്വന്തം അച്ഛനമ്മമാര് ഭയങ്കര സേഫാ നമ്മളുടെ കയ്യില്. എനിക്ക് ഇതൊക്കെ കാലങ്ങൾ മാറും, കാലങ്ങൾ എടുക്കും. മാറി ഇപ്പൊ 2026 യോഗ ഡേക്ക് പല സ്ഥലങ്ങളിലും മോഡേൺ മെഡിസിൻ മറ്റേ ഹോസ്പിറ്റൽ ഉൾപ്പെടെ യോഗ ഡേ സെലിബ്രേഷൻ നടത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. യൂണിറ്റി എങ്ങാണ്ടല്ലേ നമ്മുടെ പ്രാവശ്യത്തെ യോഗ ഡേയുടെ ഒരു സ്ലോഗൻ യൂണിറ്റി. എല്ലാം ഓരോ വർഷവും ഓരോരോ സ്ലോഗൻ. അതൊരു വലിയ പ്രോസസ്സാണ്. ഞാൻ ഈ യോഗ ഡേക്ക് ഞാനൊരു വലിയ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഡൽഹിയിൽ കുറേ വിസിറ്റൊക്കെ നടത്തിയതാണല്ലോ. ആ സമയത്ത് അവർ പറയുന്നതൊക്കെ കേട്ട നമുക്ക്, അതായത് 1,20,00,000 ആളുകൾ 1,20,00,000 ആളുകൾ നേരിട്ട് ആ സമയത്ത് യോഗയുടെ പാട്ടായിട്ടുണ്ട്. 53 ലക്ഷം സ്ഥലങ്ങളിൽ 2025 യോഗ ഡേയുടെ പ്രോഗ്രാം നടന്നിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റ് റിപ്പോർട്ട്. വലിയ പ്രോസസ് അല്ലേ? എന്ത് പറയുന്നത് വലിയ പ്രോസസ് അല്ലേ? ഇന്ത്യയുടെ, അതായത് ഇന്ത്യയിൽ 3 ലക്ഷം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ആന്ധ്രയിലാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ജപ്പാനിൽ പ്രിപ്പറേഷൻ നടക്കുകയാണ്. അല്ല, ആ രീതിയിലാണ് ലോകം ഇതിനെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. അല്ല, അതാണ് അത് നമ്മളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളുടെ ഏത് സയൻസിന്റെയും ഗുണം അതാണ്. സോ അത് ആളുകൾ മനസ്സിലാക്കുമ്പോൾ അത് വൺ ഓഫ് ദ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ. നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒരിക്കലും ഋഷികേശിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ പോയപ്പോൾ ഋഷികേശിൽ ഇങ്ങനെ ഞാൻ ആ പാലം ക്രോസ് ചെയ്യാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 200-300 സായിപ്പും മദാമയും എല്ലാം കൂടി ഇങ്ങനെ വരിക. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പാലം ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ യൂഷ്വലി അപ്പോൾ അവിടെ ഫോറിനേഴ്സൊക്കെ ഒത്തിരി വരുന്നത്. അപ്പോൾ ഞാൻ എന്നാലും ഒരാളുടെ അടുത്ത് അവരുടെ കൂടെ പോയ ബാക്കിൽ ഒരു ഇന്ത്യക്കാരൻ, അവർക്കെല്ലാം ഒരു ഫ്ലാഗും ഒക്കെ പിടിച്ചാണ് കൂട്ടം തരുന്നത്. വൈ ഓൾ ദേ ടുഗദർ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ 2 ആഴ്ചത്തെ യോഗ ക്ലാസ്സിനാണ്. ഇങ്ങനൊരു തട്ടിക്കൂടുണ്ട്. ഈ 2 ആഴ്ചത്തെ യോഗ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി ക്ലാസ് വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ആണ് ഇത്. യോഗ ട്രെയിനിങ് ആണ്. അതായത് 200 മണിക്കൂർ അത് 200 മണിക്കൂർ ട്രെയിനിങ് ആണ്. 200 അതൊക്കെ ഉണ്ട്. അല്ലെ, ഇതിന്റെ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഗംഭീരമായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ പറയുന്നത് എന്നറിയോ, 2 ആഴ്ചയിൽ ഇവനൊക്കെ വന്ന് യോഗ ചെയ്തില്ലേ, നമ്മള് ഗ്രാജുവലി അവർ ഇമ്പ്രൂവ് ആവട്ടെ, അവന് തുടക്കമായല്ലോ എന്നുള്ളതാണ്. പിന്നെ അതൊരു വലിയ
അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ കാണുന്ന പല ആചാര്യന്മാരും ആരാണെന്ന് നമുക്കറിയാലോ. അതായത് ഈ ചിലർ ആചാര്യന്മാരാവാനുള്ള കാലതാമസം എന്താണെന്നറിയോ? അത്രയും താടിയും മുടിയും വരാനുള്ള താമസമാണ്. അവരുദ്ദേശിക്കുന്ന ഒരു താടിയും മുടിയും വന്നാൽ അവർ ആചാര്യനാവും. അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല. യോഗ എന്നുള്ളത് ഗ്രാജ്വലി ഈ ലോകത്ത് ഭയങ്കരമായ രീതിയിൽ ആളുകളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് സയൻസാണ്. പ്രായഭേദമന്യേ യോഗയിലേക്കൊരു വലിയ അട്രാക്ഷൻ ഉണ്ട്. അത് സയൻസ് അറിഞ്ഞിട്ടുള്ള അട്രാക്ഷനാണ്. ഇനി എത്ര സ്യൂഡോ എന്ന് പറഞ്ഞാലും അതിനെ ഓവർകം ചെയ്യുന്ന ഈ പറയുന്ന സയന്റിഫിക് ടെമ്പർ എന്നുള്ള സാധനമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ യോഗയിൽ നമുക്ക് പറയാൻ പറ്റും. എന്താ പഠിക്കുന്ന സമയത്ത് കിട്ടിയ ട്രെയിനിങ്ങിൽ നിന്ന് ഈ പെണ്ണുങ്ങൾക്ക് മറ്റേ ആർത്തവ സമയത്ത് യോഗ ചെയ്യാൻ പാടുണ്ടെന്നും പാടില്ല എന്നും രണ്ട് തിയറി ഉണ്ട്. ഇതിൽ ഏതിലോട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല യോഗ ചെയ്യുന്നതിന്. പക്ഷെ അവരുടെ ഈ പറയുന്ന ഞാൻ എപ്പോഴും പറയുന്നത് യോഗയുടെ ആസനകൾക്ക് ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനും ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ അനാറ്റമിക്കലിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചില ആസനകൾ നമുക്ക് ബാക്ക് പെയിൻ ഉള്ളപ്പോൾ സൂര്യ നമസ്കാരം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ പറയും, ഫോർവേഡ് സ്ട്രെച്ചിങ് ഒഴിവാക്കാൻ പറയും. അതുപോലെ നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസനാസ് ഉണ്ട്. ഓവർ സ്ട്രെയിൻ വരാത്ത, നമ്മൾ ഈ പറയുന്ന ലോവർ ബോഡിയിലേക്ക് ഓവർ ഇത് വരാത്ത ഒത്തിരി ആസനാസ് ഉണ്ട്. ആ ആസനാസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ ആ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. ആ സമയത്ത് പോയി ഈ പറഞ്ഞതുപോലെ ത്രികോണാസനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് വളരെ ബോഡിക്ക് വളരെ ഹെക്റ്റിക്കാവുന്ന ആസനകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പ്രാണായാമൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടവേറുള്ള ആണുങ്ങളും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് ഡയസ്റ്റസിസ് റെക്ടേ ഉള്ള പെണ്ണുങ്ങളും രണ്ടുപേർക്ക് ഒരേ എഫക്റ്റ് ആണല്ലോ, ഒരേ മസിലാണല്ലോ അവരുടെ സ്ട്രെച്ച് ആവുന്നത്. അവർക്ക് യോഗയിൽ നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള ആസനാസ് ഉണ്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ സുപ്പൈനിലുള്ള കുറേയധികം ആസനാസ് അവരുടെ ഈ പറയുന്ന അബ്ഡമൽ മസിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആസനാസ് ഉണ്ട്. അതിലൂടെ അവർക്ക് അത് കുറയ്ക്കാനും പറ്റും. ഞാൻ പറഞ്ഞ ഓരോ കണ്ടീഷനിൽ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ആസന കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. എഗെയിൻ ആസനയും യോഗയൊക്കെ ടൈലർ മെയ്ഡ് ആണ്. ഇതൊക്കെ ടൈലർ മെയ്ഡ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ ഇപ്പൊ പ്രഗ്നൻസിയിൽ യോഗ ചെയ്യാൻ പറ്റും. വീഡിയോ അടുത്ത കാലത്ത് കണ്ട് ഞാൻ പ്രഗ്നൻസിയിൽ യോഗ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ഗംഭീരമായിട്ട് യോഗ ചെയ്യുന്ന ഡോക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് യോഗ ട്രെയിൻ ചെയ്യിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ഈവൻ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പോലും അവരുടെ മെന്റൽ ഹെൽത്തിനെ കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി പ്രാണായാമം മെഡിറ്റേഷനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ഇതിനെ നമ്മൾ ടൈലർ മെയ്ഡ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. എല്ലാ സമയങ്ങളിലും യോഗ ചെയ്യാൻ പറ്റും, എനിവേർ. അതിനാണ് ഇപ്പൊ നമുക്ക് ചെയർ യോഗ വരുന്നുണ്ട്. ഞാനത് കണ്ടിരുന്നു. ചെയർ യോഗയാണ്. കാരണം ലോങ് സിറ്റിങ്ങിൽ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള പല ഹെൽത്ത് കണ്ടീഷനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയർ യോഗ ഹെൽപ്പ് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന പല TCS പോലുള്ള കമ്പനികൾ ഇപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ അവരുടെ ക്രിയേറ്റിവിറ്റിനെയും അവരുടെ സ്ട്രെസ്സിനെയൊക്കെ കുറയ്ക്കാൻ. അത് ഓരോ സമയങ്ങളിൽ ഓരോ നമ്മളുടെ ശരീരഭാഗം അനുസരിച്ച് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. അത് പീരീഡ് സമയത്ത് ചെയ്യാൻ പറ്റും, ഓവർ വെയിറ്റ് സമയത്ത് പോസ്റ്റ് പ്രഗ്നൻസി ചെയ്യാൻ പറ്റും, പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ ഹെൽത്ത് ഇഷ്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുള്ള ടൈലർ മെയ്ഡ് യോഗ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും അടുത്ത യോഗ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും യോഗ കുറെ കൂടി ഇന്ത്യയുടെ അഭിമാനമായി മാറട്ടെ എന്ന യോഗയോടൊപ്പം വേറെ കുറച്ച് സയൻസ് കൂടെ ലോകം അംഗീകരിക്കാൻ തുടങ്ങട്ടെ.